ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാലോ, കർക്കിടക മാസം 1-ാം തീയതിയാണ്. രാമായണ മാസം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ നമുക്ക് ശ്രീബോധി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഞാൻ എൻ്റെ വിളക്കും പിന്നെ എന്താ ഹിന്ദി എല്ലാം ഒന്ന് കാലമൊക്കെ ഒന്ന് തേച്ച് വെക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ കണ്ടിട്ട് നല്ല നിറം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞങ്ങളെ കടയിൽ കൂടി ഒരു ചെറുക്കൻ ഇങ്ങനെ ഇതിന് ഒരു മോൻ കൊണ്ടുവന്നതാണ് ഒരു സാധനം. ആ ലിക്വിഡ് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ അത് ഒരു ചുമന്ന സൈസ് വെള്ളമാണ്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇത് തേച്ചിൻ്റെ പെട്ടെന്ന് വിളക്കൊക്കെ നിറം വയ്ക്കും കേട്ടോ. എണ്ണേൻ്റെ ആ കറിയൊക്കെ വേഗം പോകും കേട്ടോ. നല്ല നോക്കി എന്ത് നല്ല കളറിലാണ് വരുന്നതെന്നറിയോ. നമ്മൾ വലിയ ഉമ്മി ഇട്ട് അരച്ചിട്ടോ പുളി ഇട്ട് കഴുകുക അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാനിതാ നേരം വെളുത്തു കുളിയൊക്കെ കഴിഞ്ഞതാ ഞാൻ മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്ത് കലക്കിയത്. മറ്റേതെന്ന് പറഞ്ഞാൽ ചാണകവെള്ളം എടുത്തില്ല, ഒന്നാനെ കിട്ടിയില്ല. നേരം തലേദിവസം എടുത്ത് വയ്ക്കാൻ മറന്നുപോയി, നേരം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ മഞ്ഞപ്പൊടീൻ്റെ വെള്ളം തളിച്ചാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ശുദ്ധമാക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കലക്കി തളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ശീതജിയൊക്കെ വെച്ചു. അങ്ങനെ തുളസീൻ്റെ ഇലയും എന്തെങ്കിലും ഒരു പൂവ്, ഒരു നമ്മൾ മഞ്ഞളിൻ്റെ ഇലയിലാണ് ഞാൻ സാധാരണ വയ്ക്കൽ. ഇപ്രാവശ്യം മഞ്ഞളിൻ്റെ ഇല കിട്ടിയില്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ചെടിയുടെ ഇല കേട്ടോ എടുത്ത്, ചെടിയുടെ ഇലയിനകത്ത് ഒരു തുളസീൻ്റെ ഇലയും പിന്നെ പൂവും പിന്നെ കുറച്ച് ഭസ്മം കൂടി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. കിണ്ടിയിൽ വെള്ളം വെച്ചു, അതിൻ്റെ അകത്തൊരു തുളസീൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് എനിക്ക് രാമായണം വായിക്കാനുണ്ട്. എനിക്ക് എല്ലാ കൊല്ലവും രാമായണം വായിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. മുടക്കമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ എന്താ രാമായണം വായിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ടല്ലോ ഈ പലകയുടെ മുകളിൽ നമ്മളിങ്ങനെ ഭസ്മം ചാലിച്ചിട്ട് ഇങ്ങനെ 4 സൈഡിൽ 4 കോണിൽ ഇങ്ങനെ കൂട്ടി വരച്ച് കഴിഞ്ഞിട്ട് അതിന് നടുക്കൊരു റൗണ്ട് ഇടുക. അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ വിളക്ക് വെച്ചിരിക്കുന്നത്. അത് എനിക്കൊരു കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഞാനൊരു ഇതിൻ്റെ ഈ രാമായണത്തിൻ്റെ ഒരു ഐതിഹ്യമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലൊരു അമ്മ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ രാമായണം വായിക്കാൻ തുടങ്ങി കേട്ടോ.